ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഷാജി നായർകുഴി. എല്ലാവർക്കും മേവി ക്രൂവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് പുതിയ വർക്കിന് വേണ്ടി എടുത്തിരിക്കുന്നത് ഡബിൾ ബെല്ലിൻ്റെ പ്ലാസ്റ്റിക് റിബണാണ്. പ്ലാസ്റ്റിക് റിബൺ കൊണ്ടാണ് നമ്മൾ വർക്കുകളെല്ലാം ചെയ്യുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അതൊരു 8 ഇഞ്ച് നീളമുള്ള പീസാണ് നമുക്ക് വേണ്ടത്. അത് 8 ഇഞ്ച് നീളമുള്ള 4 പീസ് വേണം. അപ്പോൾ ഈ കളർ 2 പീസ് വേണം, അതുപോലെ തന്നെ നമുക്ക് ഈ കളറും 2 പീസ് വേണം. അപ്പോൾ നമുക്കത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കിതൊരു 8 ഇഞ്ച് നീളത്തിൽ 2 പീസായിട്ട് മുറിച്ചെടുക്കാം. അതുപോലെ നല്ലപോലെ കറക്റ്റ് അളന്നിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ 8 ഇഞ്ച് നീളത്തിൽ ഇപ്പോൾ 4 പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 2 പീസ് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച് അങ്ങനെ 4 പീസ് ഉണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് നേർ പകുതി എടുക്കാം. അതുപോലെ നേർ പകുതിയായിട്ട് നമുക്ക് 4 പീസിനെ ഇതുപോലെ മടക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ നേർപകുതിയായിട്ട് 4 പീസ് ഇതുപോലെ മടക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാ പീസുകളും ഇതുപോലെ വെച്ചിട്ട് ഇതുപോലെ 4 പീസുകളും ചേർത്ത് വെക്കുക. എന്നിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. എങ്ങനെ കട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഈ പീസിൻ്റെ വീതി ഏകദേശം ഇത്ര വരും. ഇതുപോലെ 2 പീസിൻ്റെ വീതി, അതായത് ഇപ്പോൾ ഞാൻ ഇതിനടുത്ത് കാണിച്ചു തരാം. ഒരു ഇത്ര വീതിയും പിന്നെ ഒരു ഇത്രയും വീതി നമ്മൾ കണ്ടിട്ട് അതാണ് നമ്മൾ ഇതിനകത്തുനിന്ന് കട്ട് ചെയ്ത് സെൻറ്ററായിട്ട് കട്ട് ചെയ്യേണ്ടത്. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. നമ്മളിത് കറക്റ്റായിട്ട് വെച്ചിട്ട് ഇതുപോലെ സെൻറ്റർ വെച്ചിട്ട് നമുക്കൊരു ഇത്രയും നീളം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, നമ്മൾ ഇതുപോലെ 4 പീസ് ഇപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 2 കളർ ഇതുപോലത്തെ 2 കളർ എടുക്കാം. നമ്മളിപ്പോൾ ഒരു ഫിഷാണല്ലോ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് ഈ 2 കളർ നമുക്ക് ഇതിൻ്റെ വാൽഭാഗമായിട്ടാണ്, ഈ വാൽഭാഗത്തിൻ്റെ കളറാണ് നമ്മുടെ ഈ 2 ഗോൾഡൻ കളർ വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് രണ്ടും ആദ്യം എടുക്കാം. നമ്മുടെ വാൽഭാഗം വരുന്ന പീസായിരിക്കണം നമ്മൾ ആദ്യം എടുക്കേണ്ടത്. എന്നിട്ട് നമ്മൾ ഇപ്പോൾ 4 പീസായിട്ട് നമ്മൾ പൊളിച്ച് വെച്ചല്ലേ, കട്ട് ചെയ്ത് വെച്ചതല്ലേ. അപ്പോൾ നമുക്ക് ഇതിനകത്തുനിന്ന് ഒരു പീസ് എടുക്കാം. ഈ ഒരു പീസ് എടുത്തിട്ട് ഇതിനകത്തൂടെ വെച്ചിട്ട് പിന്നെ ഇതിനെ പുറത്തോട്ട് ആക്കിയിട്ട് എടുക്കുക. അതായത് ഇതുപോലെ കോർത്ത് ഇവിടെ ഒരു ലോക്കായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പീസ് ഇത് നമ്മൾ ആദ്യം അകത്തൂടെ എടുത്തുകൊണ്ട് ഇനി നമ്മൾ എടുക്കേണ്ടത് ഇതിൻ്റെ പുറത്തൂടെയാണ്. ഇതിൻ്റെ പുറത്തൂടെ എടുക്കുക, എന്നിട്ട് ഇതിനകത്തൂടെ വയ്ക്കുക. ഇപ്പോൾ ഇതൊരു ലോക്കായിട്ട് നിൽക്കുന്നുണ്ട്. ഇനി ഒരു വൈറ്റ് കളർ, ഇനി അടുത്ത കളർ എടുത്തിട്ട് ഇതേപോലെ നമ്മളിപ്പോൾ എങ്ങനെയാണ് ചെയ്തത് അതുപോലെ തന്നെ അത് കോർത്തെടുക്കുക. അതായത് ഇതിൻ്റെ അകത്തൂടെയാണ് ഇനി വരേണ്ടത്. ഇതിനകത്തൂടെ എടുത്തിട്ട് ഇതിൻ്റെ പുറത്തൂടെ എടുക്കുക. ഇത് തന്നെ ഇവിടെയും ചെയ്യുക. ഇവിടെ ഇതിനകത്തൂടെ ഇതിൻ്റെ പുറത്തു ഈ പീസ് ഇതിനകത്തൂടെ ആയതുകൊണ്ട് ഇതിൻ്റെ പുറത്തൂടെ എടുക്കാം. എന്നിട്ട് ഇവിടെ അകത്തേക്ക് വെക്കാം. ഇത്രയും ചെയ്തിട്ട് ഇതിങ്ങനെ ഫ്രണ്ടിലേക്ക് തള്ളി വെക്കും. എന്നിട്ട് നമ്മൾ ഇത് ജസ്റ്റ് ഒന്ന് തിരിച്ചു പിടിക്കുക. ഇതുപോലെ പിടിക്കുക. നമ്മൾ അടുത്ത പീസ് എടുക്കും. അടുത്ത പീസ് എടുത്തതിന് ശേഷം ഇപ്പോൾ ഇതിനകത്തൂടെയാണ് എനിക്ക് കോർക്കേണ്ടത്. അപ്പോൾ ഇതിനകത്തൂടെയാണ് ഇപ്പോൾ ഇത് നമ്മൾ കോർത്തിട്ട്, അതുകൊണ്ട് തന്നെ ഫസ്റ്റിൽ നമ്മൾ അതിനെ പുറത്തൂടെ എടുക്കണം. ഇങ്ങനെ എടുക്കും. എന്നിട്ട് ഇവനെ ഇതിനകത്തൂടെ വയ്ക്കുക. എന്നിട്ട് നമ്മൾ ആദ്യം എടുത്തത് ഇതിനകത്തൂടെ പോകണം. ഇങ്ങനെ എടുത്ത് വയ്ക്കുക. ഈ രണ്ടാമത്തെ പീസ് അതിൻ്റെ ഇതുപോലെ കോർത്തെടുക്കുക. ഇപ്പോൾ ഇവിടെ ലോക്കായി. ഇതേ സിസ്റ്റം ഇങ്ങോട്ടും ആവർത്തിക്കുക. അതായത് ഇതിൻ്റെ
പുറത്തൂടെ കൊണ്ടുപോവുക. ഇതുപോലെ എടുക്കുക. അപ്പോൾ ഇതിൻ്റെ പുറത്തൂടെ പോകുമ്പോൾ ഇതിനെ അകത്തൂടെ ആയിരിക്കണം വരേണ്ടത്. ഇനി നമ്മൾ ഇത് അടിയിലുള്ളത് ഇതിൻ്റെ അകത്തൂടെ കയറ്റി വയ്ക്കുക, പുറത്തുള്ളത് മേലെയുള്ളതിൻ്റെ പുറത്തൂടെ തന്നെ കയറ്റി വയ്ക്കുക. ഇപ്പോൾ ശരിക്കും 4 പീസുകളും തമ്മിൽ ലോക്കായിട്ടുണ്ട്. നല്ല പോലെ ലോക്കായിട്ടാണ് നിൽക്കുന്നത്. 4 പീസുകളും ഇതുപോലെ ലോക്കായിട്ടാണ് നിൽക്കുന്നത്. ഇനി നമുക്ക് ഇതിന് ചെറുതായിട്ട് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ സൂപ്പർ ഗ്ലൂ ഉണ്ടെങ്കിൽ അങ്ങനെ വയ്ക്കാം, ഫെവിക്വിക്കോ ഏത് ഗമ്മാണോ ഉണ്ടെങ്കിൽ അത് വയ്ക്കാം, ഗ്ലൂ ഗണ്ണ് വേണമെങ്കിൽ ഉപയോഗിച്ച് അതും ഒട്ടിക്കാം. ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് നമ്മുടെ ഫെവിക്വിക്കാണ്. ഫെവിക്വിക്ക് വെച്ചിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഇവിടെ ഒന്ന് ഇതുപോലെ എല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ഇതിൻ്റെ വാൽഭാഗത്ത് വരുന്ന ഇതിനെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഇതധികം വെക്കേണ്ട, ഒരു പോയിൻ്റ് മതി. ഒട്ടിച്ചെടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. ചെറുതായിട്ട് വെച്ചിട്ട് അവിടെ പ്രസ് ചെയ്ത് പിടിക്കുക. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിനെ അതുപോലെ ഒരു പീസ് ഒട്ടിച്ചെടുക്കണം. നമുക്ക് ഇവിടെ തന്നെ ഒട്ടിക്കാം. അതുപോലെ ഇതിനെ നമുക്ക് ഇവിടെ വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഈ ഗമ്മൊന്നും ഫെവിക്വിക്കൊന്നും അധികം വെക്കേണ്ട, വളരെ ചെറുതായിട്ടൊരു പോയിൻ്റ് വെച്ചാൽ മതി. നല്ല സെറ്റിംഗ് പവർ ഇതിന്. ഇതുപോലെ കയ്യിലൊക്കെ ഒട്ടിക്കഴിഞ്ഞാൽ, കയ്യിലൊക്കെ ആയി കഴിഞ്ഞാൽ അത് ഒട്ടിപ്പിടിക്കും. അപ്പോൾ അത് കിട്ടാൻ വലിയ പാടായിരിക്കും. അതുകൊണ്ട് ശ്രദ്ധിച്ചിട്ട് വേണം കുട്ടികളൊക്കെ അത് ചെയ്യാൻ. ഇനി നമുക്കിതിൻ്റെ ചിറകൊന്ന് ഈ ഒരു ഷേപ്പിൽ ഏകദേശം ഒന്ന് വരച്ചെടുക്കാം. ഇനി വരച്ചെടുത്ത് നമുക്കതുപോലെ തന്നെ അങ്ങ് കട്ട് ചെയ്തെടുക്കാം. ഈ അറ്റം വരുമ്പോൾ അത് നല്ല ഷാർപ്പായിരിക്കണം ഇവിടെ. ഇതിൻ്റെ വാല് ഏകദേശം നമ്മുടെ ഈ ഒരു കോണ് വെച്ചിട്ട് ഏകദേശം ഇവിടുന്ന് ഇങ്ങനെ ഒരു ചരിച്ചിട്ട് ഏകദേശം ഇവിടെ എത്തേണ്ട അതിൻ്റെ ഒരു സെൻറ്ററിലേക്ക് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് ഇതുപോലെ സെൻറ്റർ വെച്ചിട്ട് നമുക്ക് നേരെ ഇവിടേക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ പതുക്കെ കട്ട് ചെയ്ത് കളയാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇവിടുന്ന് ഇങ്ങോട്ടാണ് നമുക്ക് കട്ട് ചെയ്യേണ്ടത്. ഇനി നമുക്ക് ഇവിടെ ഇങ്ങനെ ചെറിയ 2 കട്ടിങ്സൊക്കെ കൊടുക്കുക. അതിന് ഇതുപോലെ ചെറുതായിട്ട് കട്ടിങ്സൊക്കെ കൊടുത്താൽ ഇത് നല്ല ഭംഗിയായിരിക്കും. ഇതൊക്കെ നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചെയ്യാവുന്നതാണ്. ഇങ്ങനെയുള്ള കട്ടിങ്സൊക്കെ ചെറുത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ നമുക്കിതിങ്ങനെ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ കണ്ണ് സെറ്റ് ചെയ്യണം. അപ്പോൾ കണ്ണ് സെറ്റ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ വീട്ടിലൊക്കെ തന്നെ കിട്ടുന്ന, നമ്മുടെ വീട്ടിലെ അമ്മമാരും പെങ്ങന്മാരൊക്കെ ഉപയോഗിക്കുന്ന നമ്മുടെ സ്റ്റിക്കർ, നമ്മുടെ പൊട്ട്. അപ്പോൾ അതെടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ കണ്ണ് സെറ്റ് ചെയ്യാം.
ഇന്നത്തെ വർക്ക് എങ്ങനെയുണ്ട്, കൊള്ളാമോ? അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല വർക്കുകൾ നിങ്ങൾക്ക് ഇനിയും ഈ ചാനലിൽ നിന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ബെൽ ബട്ടണോടെ എനേബിൾ ചെയ്യണം. അപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോകൾ, നമ്മൾ ഈ ക്രാഫ്റ്റ് വീഡിയോകൾ ചെയ്യുന്നുണ്ട്, ആർട്ട് വീഡിയോ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഫുഡിൻ്റെ വീഡിയോകളെല്ലാം, ട്രാവലിംഗ് എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്ത് തന്നെയായാലും നമുക്ക് എല്ലാം കൂടെ ഒത്തുചേർന്ന ഒരു ചാനലാണ് AV Crow. അതുകൊണ്ട് നിങ്ങൾ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ വീഡിയോസുകളുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിലേക്ക് എത്തുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ, ഈ ചാനലിലുള്ള മറ്റു വീഡിയോകൾ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഇതിൻ്റെ നല്ല നല്ല കമൻറ്റുകൾ ചെയ്യുക, അതുപോലെ ലൈക്ക് കൂടെ ചെയ്യണം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ.